ചേട്ടാ ഫോട്ടോ തന്ന ആൾക്കാരാ സിദ്ധിക്കാരാ സിദ്ധിക്ക് എവിടെയാ ആ ഒരു പെൺകുട്ടിണ്ടായിരുന്നു വിളക്ക് തന്നൊരു പറഞ്ഞിട്ടല്ലോ അതുവരെ എല്ലാവരും
മേടിച്ചേര് അപ്പുറത്തേക്ക് മാറട്ടാ സമയം നല്ലതാണ്, മനസ്സിലായില്ല. കുറച്ച് വെള്ളിനാണ് എടുത്തേക്കുന്നത്. സമയം നല്ലതാ. വ്യാഴം 11-ലുണ്ട്. ബലവാനായിട്ട് ശനി അത്ര ദോഷം ചെയ്യുന്ന ശനിയല്ല, ഇപ്പൊ ഗുണം ചെയ്യുന്ന ശരിയാ, മനസ്സിലാവണ്ട. പുണ്യസന്താനം ദേശത്ത് ചൂലക്കാരന്റെ ആസ്ഥാനത്ത് 7 നാള് ഒരിടനീതി കൊണ്ട് കാട്ടാൻ കഴിച്ച് നീ ചൂലക്കാരനോടും കൂടിയും പറഞ്ഞ് ഞാൻ തരുന്ന വെള്ളി നാണയം നീ കയ്യിൽ കൊണ്ടിടുന്നു, നീ
ഉണ്ണി സന്താനം പറഞ്ഞ ദേശം, അതായത് മഞ്ഞുമഴ മാറിയുള്ള ദിക്കിലേക്ക് പോവാനായിട്ട് ഞാൻ വഴി ഉണ്ടാക്കി തരാം, നീ ഇറങ്ങി തിരിച്ചോ. ഇതാ അപ്പൊ എന്റെ വാക്ക് ഞാൻ പാലിച്ചു, നിന്റെ വാക്ക് നീയും പാലിച്ചു. അപ്പൊ നമ്മൾ തമ്മിലുള്ള കടപ്പാടും തീർന്നു. അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് തരാനുള്ള കടം തീർന്നു എന്നോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടേക്കണം. അതായത് നീ എന്നോട് ഒരു ആവശ്യം പറഞ്ഞു, ഞാൻ ആവശ്യം നടത്തി തന്നു. അപ്പൊ ആ ചടങ്ങ് തീർന്നു. എനിക്ക് തരാനുള്ളത് തന്നു, ആ കടമയും തീർന്നു. നിന്നോട് ഇനി ഒരു ആവശ്യം നിന്റെ അടുത്ത് എപ്പോ വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം, ഞാനത് നടത്തിത്തരും. എപ്പോ വേണമെങ്കിലും ഏത് നേരത്തും എന്റെ ഇല്ലത്ത് വരാം. അതിന് ഞാൻ ഒരു വിലക്കം കൽപ്പിച്ചില്ല ഒരു ഉണ്ണിയോട്. പോരെ, മനസ്സിലായില്ല? എന്റെ കർമ്മി നിന്നോട് പറഞ്ഞെന്തെന്ന് മനസ്സിലായ? നിന്റെ കുലത്തിലെ പരദേവതയായിട്ട് നീ ജനിക്കുന്നതിനും നിന്റെ പിതാവിന്റെ കാലത്ത് ആ വരിക്കപ്ലാവിന്റെ കിടക്ക് ഇങ്ങനെയുള്ളൊരു കല്ല് വെച്ച് പൂജിച്ചു. ആ കല്ലിപ്പുണ്ടാ? ഇല്ല. നീ ഒഴിവാക്കാൻ നോക്കിയതല്ലേ? ഒഴിവായ ശരിയായിട്ടുള്ള സ്ഥാനത്ത് വരെ നീ കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞു. അത് ഏത് കണിയാനാ പറഞ്ഞ്? എന്റെ ഉടപ്പുറന്നുള്ള കാളിയുടെ കൊടുങ്ങല്ലൂർ ഇല്ലം മനക്കൊരാര്, നീ വടക്കുള്ള നീ തെക്കുള്ള എന്റെ ഇല്ലത്ത് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് എന്റെ ഉടപ്പുറന്നുള്ള ആ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി അവിടെ എത്തുന്നതിന് മുമ്പ് ചാടിപ്പോന്നു തിരിച്ചില്ലേ? ഇല്ലേ? അപ്പൊ നീ അതിനൊരു കർമ്മം കൊടുത്ത വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. എന്നിട്ട് ഒരു പൂജാതി കർമ്മം കഴിച്ച് നീ നിനക്ക് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ ചെയ്യാമെന്ന് സമ്മതാണെങ്കിൽ എന്റെ ഉടപ്പുറന്നോട് ഞാനും കൂടി നിനക്ക് നടത്തി തരാം. ഇല്ലേ? നിന്റെ എത്ര സമയം നല്ലതാണെങ്കിലും ഉണ്ണിയെ അല്ലേ? എന്നിട്ട് എന്തേ കൊടുങ്ങല്ലൂർ ഇല്ലത്ത് കയറാഞ്ഞേ? തിരിച്ചു പോന്നില്ലേ നിന്റെ ഇല്ലത്ത്? അപ്പൊ എത്രയ്ക്കും കഴിവും പ്രാപ്തിയും ആ കാളിക്കുണ്ടെന്ന് മനസ്സിലാക്കി. വരിക്കപ്ലാവിന്റെ കടക്കിൽ ഇരുന്നത് അത് ഞാൻ തീർപ്പുണ്ടാക്കി തരാം. ഇത് അതൊന്ന് ചോദിച്ചു വെക്കാം, ഒരു അറിയിപ്പ് കൊടുക്ക. സമ്മതിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാ. സമ്മതിച്ചാ നീ ചെയ്തു, ഇല്ലെങ്കിൽ നീ നിന്റെ ഭവനത്തിന്റെ ഉമ്മറക്കോലായി ചെയ്തു. ഓക്കോ, അതിന്റെ അടുത്ത കർമ്മത്തിന് രണ്ടുപേരുടെ പേരിലും ഓരോ കർമ്മം പ്രവർത്തിച്ചു. അതുപോലെ തന്നെ ആ പെൺസന്താനം, അതായത് ഉണ്ണിയുടെ ജന്മം നൽകിയ ഉണ്ണി സന്താനത്തിന്റെ വിദ്യക്ക് കോട്ടല്ല. പക്ഷെ അവിടത്തെ ചില ഉണ്ണികളുടെ ഇടത്തും വലത്തുള്ള ചോദ്യത്തിന് ഉത്തരങ്ങളും പറയാൻ ചില നേരത്തെ എന്റെ ഉണ്ണിക്ക് സാധിക്കണില്ല. അതാ ഉണ്ണി സന്താനത്തിന്റെ ദശാന്തിയുടെ ഒരു കുഴപ്പ. അതിനെല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളും ചൂലക്കാരന്റെ ആസ്ഥാനത്ത് പോയിട്ട് ഒരു ഇളനീരാട്ടം കഴിച്ചിരിക്കുക. അതുപോലെ തന്നെ പിറന്നാൾ ദിനം വരുന്നത് എത്ര വയസ്സായിട്ടുണ്ടോ അത്ര വയസ്സുള്ള ചെറുനാളിന് കൊണ്ടൊരു മാലയായിട്ട് നിന്റെ പെൺസന്താനം ആ ഉണ്ണി സന്താനത്തിന്റെ പേരില് ദേശത്തെ ചൂലക്കാരനിട്ട് കൊടുത്തിരിക്കുക. മനസ്സിലാവണ്ട? ഉണ്ണി അവകാശപ്പെടണ്ട. അതുപോലെ തന്നെ